നമസ്കാരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ഓഫീസിലാണ്. ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് അധ്യാപക കൂട്ടത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്തി എന്നുള്ളതിൽ ഒട്ടുമിക്ക അധ്യാപകർക്കും ഒരു സംശയത്തിന് ഇടയുണ്ടാവാൻ സാധ്യതയില്ല. കാരണം കുഞ്ഞുങ്ങളുടെയൊക്കെ സ്വഭാവ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടും മറ്റും ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും അതിൻ്റെയൊക്കെ ഒരു പ്രതിപട്ടികയിൽ ചേർത്ത് പറയുന്ന ഒരു പദമാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇടയ്ക്ക് പുറപ്പെടുവിക്കുന്ന ചില ഉത്തരവുകൾ അല്ലെങ്കിൽ ബാലാവകാശവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തെയും പ്രത്യേകിച്ച് അധ്യാപക സമൂഹത്തെയും ബാലാവകാശ കമ്മീഷന് എതിരായിട്ട് ചിന്തിപ്പിക്കുന്നതാണ് എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു ആശയവ്യക്തത വരിക, എന്തുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ അത്തരത്തിൽ പ്രതികരിക്കുന്നു, അതെങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതിൻ്റെ കൂടുതൽ വസ്തുനിഷ്ഠമായിട്ട് നമുക്കൊരു വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമ്മളോടൊപ്പം ബാലാവകാശ കമ്മീഷൻ അംഗം ശ്രീ ഡോക്ടർ എഫ് വിൽസൺ മാഷാണ്. സാറിനെ ഏറെ ആദരവോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. കുട്ടികളോട് ഏറെ മനഃശാസ്ത്രപരമായിട്ട് ഇടപഴകുക, അല്ലെങ്കിൽ അവരെ കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാതെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാതെ വേണം അവരിൽ നിന്നും ഒരു പോസിറ്റീവ് ഔട്ട്കം ലഭ്യമാക്കേണ്ടത്. ഇതൊരു പരിഷ്കൃത സമൂഹത്തിൽ അത്തരത്തിലാകണമെന്നാണ് കരുതുന്നത്. ആ ഒരു ലക്ഷ്യത്തോടെയാകാം പലപ്പോഴും ബാലാവകാശ കമ്മീഷൻ ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. കുട്ടികളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒന്നും ഹനിക്കരുത് എന്ന തരത്തിൽ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളുടെ പൊതുസമൂഹം അതിനെ അത്ര കണ്ട് ഒരു മാനസികമായിട്ട് ഉൾക്കൊണ്ടിട്ടല്ല സ്വീകരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. പലപ്പോഴും ബാലാവകാശ കമ്മീഷനെ പ്രതികൂട്ടിൽ നിർത്തുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു അവസ്ഥ സംജാതമായത്? ഒരുപക്ഷെ നമ്മളുടെ ഈ ഒരു സമൂഹം അത്ര പരിഷ്കൃതമാകാത്തത് കൊണ്ടാണോ, അതോ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഉത്തരവുകളുടെ മറവിൽ കൂടുതലായിട്ട് ഇതിനെ മുതലെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നതുകൊണ്ടായിരിക്കുമോ എന്നുള്ളതൊന്ന് വ്യക്തമാക്കാമോ? വാസ്തവത്തിൽ ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം കുട്ടികൾക്ക് വേണ്ടി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി നിലവിൽ വന്ന സ്ഥാപനമാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഈ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നിരവധി ഉത്തരവുകൾ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ബാലനീതി നിയമം 2015, ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ട് 2015. ഈ കേന്ദ്ര പാർലമെൻറ്റ് ഈ നിയമം കുട്ടികളുടെ മുഴുവൻ അവകാശങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് ഈ ബാലനീതി നിയമത്തിനകത്ത് സെക്ഷൻ 75 വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, നോ ചൈൽഡ് ഷാൾ ബി സബ്ജക്റ്റ് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ് ഓർ മെൻ്റൽ ഹരാസ്മെൻറ്റ്. അപ്പോൾ താങ്കളുടെ ചോദ്യത്തിൻ്റെ മറുപടി അത് തന്നെയാണ്. അപ്പോൾ കേന്ദ്രം പാസ്സാക്കിയൊരു നിയമം കുട്ടികളെ മാനസികമായോ ശാരീരികമായോ ഒരു തരത്തിലും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം, അത് കേന്ദ്രത്തിലെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണ്. അതുതന്നെയാണ് കേരളത്തിലെ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും. കേരള സംസ്ഥാനത്ത് അത് നടപ്പാക്കുന്ന ഒരു ഘടകം മാത്രമാണ് കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഈ അടുത്ത കാലത്ത് ചില ജഡ്ജ്മെൻറ്റുകൾ, ചില കോടതി ഉത്തരവുകൾ കുട്ടികളെ തല്ലുന്നത് കുഴപ്പമില്ല എന്നൊക്കെ രീതിയിലുള്ള ചില ചർച്ചകളും ചില ഉത്തരവുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ കേന്ദ്ര നിയമം, ഈ പറയപ്പെടുന്ന ബാലനീതി നിയമം ഇപ്രകാരം നമ്മുടെ സമൂഹത്തിന് നിൽക്കുമ്പോൾ അതിനെതിരായിട്ടൊരു കോടതിക്കൊരു ഉത്തരവ് പുറപ്പെടുവിക്കാമോ എന്നുള്ളതും ഒരു ചോദ്യമായി തന്നെ നമ്മൾ കാണപ്പെടുകയാണ്. അതാണ് വാസ്തവത്തിൽ. നിരവധി ഋഷിരാജ് സിംഗിനെ പോലുള്ള മുതിർന്ന IPS ഉദ്യോഗസ്ഥർ ചില വീഡിയോകളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചതാണ്. ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചില വീഡിയോസ്. വാസ്തവത്തിൽ ഈ നിയമം ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ
വാസ്തവത്തിൽ ബാലനീതി നിയമം അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക മാത്രമേ ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, അതാണ് അതിനകത്തുള്ള. ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളതാണ്, അതായത് ഇപ്പോഴത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എന്ന് പറയുന്ന എന്തുകൊണ്ടാണെന്നത് കേട്ടോണ്ടിരിക്കുന്നവർക്കറിയാം. കാരണം മയക്കുമരുന്ന്, മറ്റ് പല രീതിയിലുള്ള ദുശീലങ്ങളിലേക്ക് നമ്മൾ യുവതലമുറ പോകുന്നു. അതിലെല്ലാവർക്കും ഏറെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ അവിടെയും ഞങ്ങൾ പ്രത്യേകിച്ച് അധ്യാപകർ ആദ്യം പറയുന്ന പേര് ബാലാവകാശ കമ്മീഷനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. തുറന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ബാഗ് പരിശോധിക്കരുത്, മുടി വെട്ടാതെ നടക്കുന്ന കുട്ടികളെ നിയന്ത്രിക്കരുത്, അതിനൊന്നും അധ്യാപകർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന തലത്തിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അത് ഈ കുട്ടികളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്ന് ഞങ്ങൾക്ക് പൊതുവേ ഒരു സംശയമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? വാസ്തവത്തിൽ ഈ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമായിട്ടാണ് കമ്മീഷൻ അതിനെ കാണപ്പെടുന്നത്. ഈ ബാഗ് പരിശോധിക്കാൻ പാടില്ല എന്ന് കമ്മീഷൻ എവിടെയാണ് ഉത്തരവിട്ടിട്ടുള്ളത്? പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേരളത്തിലെ അധ്യാപക സമൂഹം, പ്രത്യേകിച്ച് പൊതുസമൂഹം, അതിലുപരി വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അറിയാനുള്ളൊരു കാര്യം, കമ്മീഷൻ ബാഗ് പരിശോധനയുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് കുട്ടിയുടെ അന്തസ്സിനും അഭിമാനത്തിനും പോറലേൽക്കാത്ത രീതിയിൽ ബാഗ് പരിശോധിക്കാം. ബാഗ് പരിശോധിക്കരുതെന്ന് ഒരു ഉത്തരവും കമ്മീഷൻ ഇതിൽ ഇറക്കിയിട്ടില്ല. പക്ഷെ ആ ഉത്തരവിൽ പറയുന്നുണ്ട് കുട്ടിയുടെ അന്തസ്സിനും അഭിമാനത്തിനും പോറലേൽക്കാത്ത രീതിയിൽ വേണം ബാഗ് പരിശോധിക്കാൻ. അതൊരു എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സ്വകാര്യമായ ചില കാര്യങ്ങളൊക്കെ ബാഗിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടിയുടെ സ്വകാര്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, പ്രൈവറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലാസ്സിലെ മിക്സഡ് ക്ലാസ് റൂമൊക്കെ ആകുമ്പോൾ അവിടെ വന്ന് ബാഗിനകത്ത് നിന്ന് ഇത് പരിശോധിച്ചെടുത്ത് കാണിക്കുമ്പോൾ ഒരു കുട്ടിക്കുണ്ടാകുന്ന ഒരു മനോവിഷമം. നമ്മൾ ഇന്നലെ നടത്തപ്പെട്ട ഒരു സെമിനാറിൽ, അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് കുട്ടികൾ എല്ലാം, അതായത് ഒരു 6 to 10 ടൈംസ് കുട്ടികൾ മരുന്ന് ഉപയോഗിക്കുകയാണ് ഒരു ദിവസം, ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. ആ കുട്ടിക്ക് ആവശ്യമായ, ഇത്തരം കുട്ടികൾക്ക് ആവശ്യമായ മരുന്നുകളെല്ലാം ബാഗിലുണ്ടാകും. അപ്പോൾ പബ്ലിക്കലി കുട്ടിയെ ആ ബാഗ് എടുത്ത് കാണിച്ച് കുട്ടിയുടെ ഒരു പ്രൈവറ്റ് കാര്യങ്ങളെല്ലാം ഒരു ഡിസ്പ്ലേ ചെയ്യേണ്ട എന്ന് മാത്രമേ കമ്മീഷൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നാൽ എന്തൊക്കെ മാർഗങ്ങൾ കൂടെ ബാഗ് പരിശോധിക്കാം? ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളെ എല്ലാം പുറത്താക്കിക്കൊണ്ട് അധ്യാപകർക്ക് ക്ലാസ്സിനകത്ത് കയറി ബാഗ് പരിശോധിക്കാം. സംശയമുണ്ട് ആ ബാഗിനകത്ത് വളരെ പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങളുണ്ട് എന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ലഹരി പദാർത്ഥം ഉണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട്. എന്താ തടസ്സം ബാഗ് പരിശോധിക്കാം? ഈ കേരളത്തിലെ അധ്യാപക മേഖല, അധ്യാപക സമൂഹം നമ്മുടെ കമ്മീഷനെ ഏറ്റവും കുറ്റപ്പെടുന്ന ഒരു ഉത്തരവായി ഇതിനെ കാണുകയാണ്. ഞങ്ങൾ ചോദിക്കുകയാണ് ഈ അധ്യാപക സമൂഹത്തോട്, ഏതെങ്കിലും അധ്യാപകർക്കെതിരെ ബാഗ് പരിശോധിച്ചു എന്ന പേരിൽ ഈ നാളിതുവരെ ഒരു കേസെടുത്തിട്ടുണ്ടോ? ഇല്ല, പറയാൻ കഴിയില്ല, അങ്ങനെ ഇല്ല. കാരണം ഞങ്ങൾ ബാഗ് പരിശോധിക്കേണ്ട എന്ന് ഒരിടവും പറഞ്ഞിട്ടില്ല. ബാഗ് പരിശോധിക്കേണ്ട എന്ന് പറയാത്തിടത്തോളം കാലം അധ്യാപകർക്ക് ബാഗ് പരിശോധിക്കാം. പക്ഷേ കുട്ടിയുടെ അന്തസ്സിനും അഭിമാനത്തിനും പോറലേൽക്കാത്ത രീതിയിൽ ബാഗ് പരിശോധിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. മുടി വെട്ടും ഡിസിപ്ലിൻ്റെ ഭാഗമായി, ആ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ഇവിടെ പല കേസുകൾ നമ്മുടെ കമ്മീഷനിൽ വരാറുണ്ട്. ആൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ മുടി വളർത്തി റിബൺ ഇട്ട് പോകുന്ന പല കേസുകളും ഞങ്ങൾ കമ്മീഷൻ അതിനെ എൻ്റർടൈൻ ചെയ്യാറില്ല. സ്കൂളിൻ്റെ ഡിസിപ്ലിൻ ആ സ്കൂളാണ് അതിനകത്ത് നോക്കേണ്ടത്. മുടി വെട്ടിയിട്ടാണ് കുട്ടി സ്കൂളിൽ വരേണ്ടതെന്ന് സ്കൂളുകാർ പറഞ്ഞാൽ കുട്ടി മുടി വെട്ടിയിട്ടേ പോകാവൂ. ഒരു ആൺകുട്ടിക്ക് ഒരു കാരണമൊരിക്കലും പെൺകുട്ടിയായി ക്ലാസ്സിൽ പോകാൻ കഴിയില്ല എന്ന് ആ സ്കൂൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നിയമം. അവിടെയൊന്നും കമ്മീഷൻ സാധാരണ എന്ത് ചെയ്യാറില്ല, ഇടപെടാറില്ല. പക്ഷേ തെറ്റായ സന്ദേശം അധ്യാപകരുടെയും കുട്ടികളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്.
ഓക്കെ. അതുപോലെ എപ്പോഴും കമ്മീഷന് ഈ കുട്ടികളുടെ അവകാശങ്ങളെ പറ്റി ധാരാളമായിട്ട് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഉത്തരവുകൾ, ഓർമ്മപ്പെടുത്തലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ കുറച്ച് കടമകളുണ്ടല്ലോ, ആ കടമകളെ പറ്റി ഇവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടലുകളോ? ഞങ്ങൾ തീർച്ചയായും കമ്മീഷനിൽ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല, അവനൊരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. ഭരണഘടന ഉറപ്പ് നൽകുന്ന ഡ്യൂട്ടീസ് ഉണ്ട്. അതെല്ലാവർക്കെല്ലാം കുട്ടികൾക്കും ബാധകമാണ്. അവിടെയൊന്നും കുട്ടിക്ക് അവകാശം മാത്രമേ സംരക്ഷിക്കൂ എന്ന് കമ്മീഷൻ അങ്ങനെ നിലപാടൊന്നുമില്ല. കുട്ടികൾക്ക് അവകാശങ്ങളുണ്ട്. അത്തരത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഒരിക്കലും അത് പൊതുസമൂഹത്തിന് വന്ന തെറ്റിദ്ധാരണയാണ്. UNCRC അംഗീകരിച്ച് നൽകിയ അവകാശങ്ങളാണ് സ്വാഭാവികമായും ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഇന്ത്യയിലും നമ്മളതിനകത്ത് ഒപ്പുവെച്ചതോടുകൂടി, ആ കൺവെൻഷനിൽ ഇന്ത്യയും ഒപ്പുവെച്ചതോടുകൂടി നമ്മളും ആ കുട്ടികളുടെ, ഇന്ത്യയിലെ 18 വയസ്സിനായുള്ള കുട്ടികൾക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് അത് ആ കുട്ടികളുടെ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ മാത്രമല്ല, കുട്ടികൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് അവരുടെ കടമകൾ നിർവഹിക്കുവാനും അവർ ബാധ്യസ്ഥരാണ്. അതൊന്നും ഒരു തടസ്സമല്ല. ഈ അടുത്ത സമയത്തായിട്ട് വന്ന സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വന്ന ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അധ്യാപകർക്ക് അവരുടെ ചൂരൽ തിരിച്ചു കൊടുക്കൂ, അവർ അച്ചടക്കം തിരികെ കൊണ്ടുവരും എന്ന തലത്തിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണ് എന്ന് വ്യക്തിപരമായിട്ട് എനിക്കും അഭിപ്രായമില്ല. ഈ ഒരു ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു അഭിപ്രായം കൂടി. ഞങ്ങളെ ചൂരലെടുക്കണം, ചൂരൽ കൊണ്ടുവന്നാലേ ഡിസിപ്ലിൻ നടക്കുമെന്ന് കമ്മീഷൻ അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അത് തെറ്റായ ചില പരാമർശങ്ങളും ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാവാം. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടിയെ വടിയെടുത്തില്ല പഠിച്ചാൽ കുട്ടി തിരിച്ചടിക്കില്ല. ഒരു 12 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ, 18 വയസ്സായ ഒരു കുട്ടിയെ, ഇത്തിരി അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു കുട്ടിയെ ഏത് അധ്യാപകന് അടിക്കാൻ കഴിയും? ആ കുട്ടി തിരിച്ചടിക്കും എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും അധ്യാപകരെ കുട്ടി അടിക്കുമോ? അപ്പോൾ അത് ഒരു വഴിയല്ല, റെസൊല്യൂഷൻ അല്ല അതിനകത്ത്. നമ്മളെപ്പോഴും അടിക്കണ ആരെന്ന് ചോദിച്ചാൽ ഇത് കൊച്ചുകുട്ടികളെ, മീൻസ് നമ്മളെ തിരിച്ചു തല്ലൂല്ല എന്ന് ബോധ്യമുള്ള ആൾക്കാരെ നമ്മൾ തല്ലുള്ളൂ. കായിക ശേഷി നമ്മളെക്കാളും കുറഞ്ഞ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, തല്ലുള്ളൂ. നമ്മളെക്കാളും കായിക ശേഷിയുള്ള കുട്ടിയാണെങ്കിൽ ഒരു അധ്യാപകനും തല്ലില്ല. അപ്പോൾ ചൂരലാണ് എല്ലാത്തിനും പരിഹാരം എന്നതിനല്ല, കമ്മീഷൻ അങ്ങനെ ആഗ്രഹിക്കണില്ല. എന്നാൽ കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അധ്യാപകർക്ക് ട്രെയിനിങ് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വരാൻ പോകുന്ന വർഷവും ഒരുപാട് ട്രെയിനിങ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സൈക്കോളജിക്കലി കുട്ടിയെ സ്നേഹത്തിൽ കൂടെ, ഇപ്പോൾ കുട്ടികൾക്കിപ്പോൾ അച്ഛനമ്മമാർക്ക് പോലും കുട്ടികളോട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ അപ്പോൾ അധ്യാപകർക്കും ഒരുപാട് പരിമിതി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ചൂരലെടുത്താൽ മാത്രമേ ഇതിനെല്ലാം പരിഹാരമാകൂ എന്നുള്ളതൊന്നും കമ്മീഷൻ എന്തില്ല, അങ്ങനെ ഒരു അഭിപ്രായമല്ല. സന്തോഷ വിദ്യാലയം എന്നാണ് നമ്മളുടെ പൊതുവെ ഒരു കൺസെപ്റ്റ്. ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ അധ്യാപക സമൂഹത്തിന് വേണ്ടിയിട്ട് പങ്കുവെച്ചതിലുള്ള ഏറെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരുപക്ഷെ അധ്യാപകർക്കും പൊതുസമൂഹത്തിനും ഏറെ വിലപ്പെട്ട കുറച്ച് തിരിച്ചറിവുകൾ കൂടി, ഒരുപക്ഷെ ഇല്ലാത്ത ഒന്നല്ല, പക്ഷെ നിലവിൽ നിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ ചില തിരിച്ചറിവുകൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭാഷണമാണ് എന്ന് കരുതുന്നു. ഏറെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ച വിൽസൺ സാറിന് നന്ദി. താങ്ക് യു.